ഇപ്പോൾ കോഴിക്കോട്ടേക്ക് ഒന്ന് പോവുകയാണ്. അവിടെ തൊഴിലാളികൾ വലിയ പ്രതിഷേധത്തിലാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കോഴിക്കോട് പാളയത്ത് മാർക്കറ്റിലെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കോഴിക്കോട് കല്ലുത്താൻ കടവിലെ പുതിയ പാളയം മാർക്കറ്റിനെതിരെ വ്യാപാരി തൊഴിലാളി പ്രതിഷേധമാണ്. പാളയത്ത് പ്രകടനം നടത്തുകയാണ്. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് മനുഷ്യച്ചങ്ങൽ തീർത്ത് കരിദിനം ആചരിക്കാനാണ് തീരുമാനം. സിനോജ, വ്യാപാരികൾ പറയുന്നത് അവർക്ക് പുതിയ മാർക്കറ്റിലേക്ക് മാറണ്ട എന്നാണ്. എന്നാൽ അല്പസമയത്തിനുള്ളിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും. വലിയ പ്രതിഷേധമാണോ? അരുകുമാർ, ഗുഡ് മോർണിംഗ്. അതായത് പാളയത്ത് ഒരു വശത്ത് പ്രതിഷേധം, മറുവശത്ത് ഇതിനെ പിന്തുണയ്ക്കുന്നവർ. ഇപ്പോൾ വലതുവശത്ത് കാണുന്നത് വ്യാപാരി വ്യവസായ സമിതിയുടെ പാളയം യൂണിറ്റ് ഈ പുതിയ പാളയം മാർക്കറ്റിന് പിന്തുണ പ്രഖ്യാപിച്ച് മുദ്രാവാക്യം വിളിച്ച് ചണ്ട കൊട്ടി മുന്നോട്ട് പോകുന്നതാണ്. പക്ഷേ ഇടതുവശത്തേക്ക് നോക്കിയാൽ കാണാം, ഇവിടെ ഇതിനെ എതിർക്കുന്ന കച്ചവടക്കാരും തൊഴിലാളികളൊക്കെ തന്നെ വാ മൂടിക്കെട്ടി പ്രതിഷേധിക്കുകയാണ്. ഇടതുവശത്ത് ധാരാളം വ്യാപാരികളും ഒപ്പം തന്നെ ചുമട്ട് തൊഴിലാളികളും കൂകി ബഹളം വെച്ചുകൊണ്ട് ഇതിനെ പ്രതിഷേധിക്കുകയാണ്. പോലീസ് സുരക്ഷ തീർക്കുന്നുണ്ട്. അതായത് ഈ പാളയം മാർക്കറ്റ് ഇവിടെ തന്നെ നിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ വ്യാപാരികളും തൊഴിലാളികളും പ്രതിഷേധിക്കുന്നത്. കറുത്ത മാസ്ക് ധരിച്ചുകൊണ്ട് ഇവിടുത്തെ തൊഴിലാളികൾ പ്രതിഷേധിക്കുകയാണ്. പക്ഷേ മറുഭാഗത്ത് CPM പിന്തുണയുള്ള വ്യാപാര വ്യവസായ സമിതി അവരുടെ നേതൃത്വത്തിൽ ഇവിടെ ഇപ്പോൾ വിജയാഘോഷ പ്രകടനവും പുതിയ മാർക്കറ്റിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രകടനവും നടത്തുന്നു. പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പോലീസ് ഇവരൊക്കെ തന്നെ തടഞ്ഞു നിർത്തുന്ന സാഹചര്യമാണ് ഉള്ളത്. ഏതായാലും വലിയ പ്രതിഷേധം പാളയത്ത് ഉയരുന്നു. ഇവിടെ നിന്ന് മാർക്കറ്റ് മാറ്റാൻ അനുവദിക്കില്ല എന്നാണ് തൊഴിലാളികൾ ഭൂരിഭാഗവും ആവശ്യപ്പെടുന്നത്. വലിയ രീതിയിലുള്ള മുദ്രാവാക്യങ്ങൾ ഉയരുന്നു. അതായത് ചെറുകിട തൊഴിലാളികൾക്ക് ഇവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ തൊഴിൽ ലഭിക്കില്ല എന്നാണ് പറയുന്നത്. വലതുവശത്തായിക്കോട്ടെ മുത്തുക്കുടകളും ബലൂണുകളൊക്കെ തന്നെ പിടിച്ചുകൊണ്ട് വ്യാപാര വ്യവസായ സമിതി പ്രകടനം നടത്തി മുന്നോട്ട് പോകുന്നു. പുതിയ പാളയം മാർക്കറ്റിലേക്ക് പ്രകടനം നടത്തി പോകുന്നു. മറുഭാഗത്ത് കൂകി വിളികളുമായിട്ട് ഇവിടെയുള്ള ചെറുകിട കച്ചവടക്കാരും വ്യാപാരികളും പ്രതിഷേധിക്കുന്നു. വലിയ രീതിയിൽ പ്രതിഷേധം പാളയത്ത് ഉയരുന്നു. കാരണം ഇവിടുത്തെ വ്യാപാരികളുള്ളത്. നമുക്ക് അവരുടെ പ്രതികരണം കൂടി ചോദിക്കാവുന്നതാണ്. കാരണം ഇവിടെയുള്ള ഭൂരിഭാഗം വ്യാപാരികൾ പറയുന്നത് ഇവിടെ നിന്ന് വ്യാപാര സ്ഥാപനം ഇവിടെ നിന്ന് മാറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കച്ചവടം ഇല്ലാതാകുമെന്ന പ്രധാന ആരോപണമാണ് ഉന്നയിക്കുന്നത്. കാരണം ചെറുകിട കച്ചവടക്കാർക്ക് ഈ കല്ലുത്താൻ കടവിലേക്ക് പോയാൽ ഇവിടെ ചെറിയൊരു വാക്കേറ്റം ഉണ്ടാകുന്നു. പോലീസുമായിട്ട് ചെറിയൊരു വാക്കേറ്റം ഉണ്ടാകുന്ന ദൃശ്യങ്ങൾ കാണുന്നത്. റോഡിലേക്ക് ഇവിടെയുള്ള കച്ചവടക്കാർ പ്രതിഷേധക്കാർ കയറുന്നു. ചുമട്ട് സിനോജ, ഇപ്പോൾ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ ചെറുകിട കച്ചവടക്കാരും തൊഴിലാളികളുമാണ്. മറുഭാഗത്തെ വ്യാപാരി വ്യവസായ സമിതി ഈ പുതിയ മാർക്കറ്റിലേക്ക് പോവുകയാണ്. അവർ മുത്തുക്കുടയും പിടിച്ച് ആഘോഷത്തിൽ പോകുന്നു. മറ്റുള്ളവർ പ്രതിഷേധിക്കുന്നു. ചെറിയ സംഘർഷാവസ്ഥയുണ്ടോ? അരുങ്ങുമ, ചെറിയ തോതിലുള്ള സംഘർഷാവസ്ഥയുണ്ട്. പോലീസ് ഇടപെട്ട് അത് നിയന്ത്രിച്ചിട്ടുണ്ട്. കയ്യാങ്കളിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. അതായത് CPM പിന്തുണയുള്ള വ്യാപാര വ്യവസായ സമിതിയാണ് ഈ പുതിയ മാർക്കറ്റിന് പിന്തുണ പ്രഖ്യാപിച്ച് പ്രകടനം വിളിച്ച് പോയിരിക്കുന്നത്. പക്ഷേ വ്യാപാര വ്യവസായ ഏകോപന സമിതി ഉൾപ്പെടെയുള്ള INTUC ഉൾപ്പെടെയുള്ള BMS ഉൾപ്പെടെയുള്ള ST ഉൾപ്പെടെയുള്ള തൊഴിലാളി സംഘടനകളൊക്കെ തന്നെ ഈ മാർക്കറ്റിനെതിരാണ്. അവരാണ് ഇപ്പോൾ കരിങ്കൊടിയും പിടിച്ചുകൊണ്ട് കറുത്ത മാസ്ക് ധരിച്ചുകൊണ്ട് നൂറുകണക്കിന് തൊഴിലാളികളുണ്ട്. ഇതിൽ ചുമട്ട് തൊഴിലാളികളുണ്ട്, ഈ വഴിയോര കച്ചവടം നടത്തുന്ന ചെറിയ കച്ചവടക്കാരുണ്ട്, വ്യാപാരികളുണ്ട്. അവരൊക്കെ തന്നെയാണ് പ്രതിഷേധമായി ഇപ്പോൾ ഇവിടെ ഈ പ്രതിഷേധിക്കുന്നു, മുദ്രാവാക്യം വിളിക്കുന്നു. പോലീസ് ഇടപെട്ടുകൊണ്ട് ഇവരൊക്കെ തന്നെ റോഡിന്റെ ഒരു വശത്തേക്ക് മാറ്റുന്നുണ്ട്. കാരണം ഈ ഹോൾസെയിൽ മാർക്കറ്റാണ് പാളയം പഴം പച്ചക്കറി മാർക്കറ്റ്. ഇതിനെ ആശ്രയിച്ചുകൊണ്ട് നിരവധി കുടുംബങ്ങൾ ജീവിക്കുന്നുണ്ട്. അതായത് ചുമട്ട് തൊഴിലാളികളുണ്ട്, വഴിയോര കച്ചവടക്കാരുണ്ട്, തട്ടുകട കച്ചവടക്കാരുണ്ട്. ഇവരൊക്കെ തന്നെ പുതിയ മാർക്കറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ, സിറ്റി ബസ് സർവീസ് പോലും ഇല്ലാത്ത സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ ഈ ചെറുകിട കച്ചവടക്കാർക്ക് വരുമാനം ലഭിക്കില്ല, കച്ചവടം ലഭിക്കില്ല എന്നാണ് ഇവർ പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് വലിയ രീതിയിൽ ഈ പ്രതിഷേധം ഉയർന്നിരിക്കുന്നത്. നമുക്ക് അവരുടെ പ്രതികരണങ്ങളൂടെ കേൾക്കാം. നിങ്ങളെ ഇപ്പോൾ ഈ പ്രതിഷേധം നടത്താനുള്ള പ്രധാന കാരണം എന്താ? ഒരു കാരണവശാലും ഒരു സൗകര്യമില്ലാത്ത കല്ലുത്താൻ കടവിലേക്ക് ഞങ്ങൾ മാറില്ല.
കാരണം അവിടെയുള്ള ശോചനീയാവസ്ഥ നിങ്ങൾ തന്നെ കണ്ടതാണ്. ഫുട്പാത്തിന്റെ മുകളിലാണ് കച്ചവടക്കാർക്കുള്ള സ്ഥലം കണ്ടത്. 80 സ്ക്വയർ ഫീറ്റിൽ താഴെ ഇത്രയുള്ള തൊഴിലാളികളും ഇത്രയുള്ള കടഉടമകളും എങ്ങനെ അവിടെ കൊള്ളും? ഒരു കാരണവശാൽ ഞങ്ങൾ ഇത് അനുവദിക്കില്ല. ഞങ്ങൾ ഈ പാളയത്തിൽ പോകുന്ന പ്രശ്നം തന്നെ ഇല്ല. നിങ്ങൾ ആലോചിച്ചാൽ മതി, 90% കച്ചവടക്കാരും തൊഴിലാളികളും ഇവിടെ നിൽക്കുക. അവരാരും അങ്ങോട്ട് മാറുന്നില്ല. ഇന്നലെ നടന്ന പ്രസര ഒരു ലോഡ് ഉള്ളി വന്നുകൊണ്ട് 4-5 കച്ചവടക്കാരെയും അതേപോലെ തൊഴിലാളികളും മാത്രം അവിടെ വെച്ചുകൊണ്ട് തൊഴിലാളികൾ പ്രസര ഇന്നലെ ഇവിടെ നടത്തിയത്. ഇവിടെയുള്ള എല്ലാ കച്ചവടക്കാരും തൊഴിലാളികളും ഒറ്റക്കെട്ടായി ഞങ്ങൾ ഇവിടെ നിലവിലുണ്ട്. ഒരു കാരണവശാലും ഞങ്ങൾ പോകുന്ന പ്രശ്നം തന്നെ. വ്യാപാര വ്യവസായ സമിതി ഇപ്പോൾ ഒരു പ്രകടനം നടത്തി അവിടേക്ക് പോകുന്നുണ്ടായിരുന്നല്ലോ. വ്യാപാര വ്യവസായ സമിതി സംബന്ധിച്ചുള്ള ഇവിടെ ആകെ 2-3 ഷോപ്പേ ഉള്ളൂ. 99% ആളുകൾ 99.99% ആളുകൾ ഇവിടെ പോകുന്നില്ല. നിങ്ങൾ കണ്ടാൽ മനസ്സിലായില്ലേ? അവിടെയുള്ളതിന്റെ 10 ഇരട്ടി ആളുകൾ ഇവിടെ നിൽക്കാൻ സമരത്തിന് ഇന്ന് പൂർണ്ണമായും സംയമനം പാലിച്ചു വന്നത്. അല്ലെങ്കിൽ ഇതിലെ പോകുന്ന ഒരു സംഘർഷങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. ഇനിയും ഞങ്ങളോട് കളിക്കാൻ വരികയാണെങ്കിൽ ശക്തമായ തിരിച്ചടികൾ ഉണ്ടാവും.